നമസ്കാരം കൂട്ടുകാരെ. പരമ്പരാഗതമായ രീതിയിൽ പള്ളിയിൽ 8 നോയമ്പിനോട് അനുബന്ധിച്ച് എങ്ങനെയാണ് പാച്ചോറ് വെക്കുന്നതെന്ന് നോക്കാം. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്നുണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ 5 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇത് തിളച്ചു വരുമ്പോഴത്തേക്ക് 1 കപ്പ് കുത്തരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പച്ചരി ബസ്മതി അരിയോ ഉപയോഗിക്കാം. പെട്ടെന്ന് വേകും, ഇതിലും പെട്ടെന്ന് വേകും. 2 വിസിൽ കഴിഞ്ഞിട്ട് ഞാനിത് ഓഫ് ചെയ്തിട്ടു. ഫുൾ പ്രഷർ പോയതിന് ശേഷം ഇത് ഇതുപോലെ ഒരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം 3/4 കപ്പ് ശർക്കര ഉരുക്കിയ ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ പരുവത്തിന് ശർക്കരപ്പാനി ചേർത്ത് വറ്റിച്ച് വരുമ്പോൾ ഈ ചോറയിലേക്ക് നല്ലതായിട്ട് മധുരം പിടിച്ചു വരും. അതിനാണ് ഈ പാകത്തിൽ തന്നെ ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. നെയ്യ് രുചിയും തരും, ഈ പാത്രത്തിൽ പാച്ചോറ് പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും. കോട്ടയം ജില്ലയിലെ മണർകാട് എന്ന സ്ഥലത്തുള്ള മാതാവിനോടുള്ള മണർകാട് പള്ളിയിലാണ് ഈ പാച്ചോറ് നേർച്ചയായിട്ട് കൊടുക്കുന്നത്. 8ാമത്തെ ദിവസം നോയമ്പ് വീടുകയും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി 8 ദിവസത്തിന് ശേഷം അവസാനത്തെ ദിവസമാണ് ഈ പാച്ചോറ് പള്ളികളിൽ വിതരണം ചെയ്യുന്നത്. നമ്മൾ നോയമ്പെടുക്കുമ്പോൾ നമ്മൾ ആഹാരത്തെ വെടിയുന്നതിനോടൊപ്പം നമ്മുടെ ആത്മീകമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയും കൂടിയാണ്, ഒരു ക്ലെൻസിങ്ങിന് വേണ്ടിയും കൂടിയാണ് നമ്മൾ ഈ നോയമ്പെടുക്കുന്നത്. അതാണ് മാതാവിനോടുള്ള പ്രത്യേകമായ പ്രാർത്ഥന ഈ 8 നോയമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പള്ളികളിലാണ് ഈ നേർച്ച വിതരണം ചെയ്യുന്നത്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ പാച്ചോറ് പള്ളികളിൽ ഉണ്ടാക്കുന്ന പാച്ചോറ് നമ്മൾ വളരെ വെടിപ്പോടും കൂടി വീടുകളിൽ ഉണ്ടാക്കേണ്ടതാണ്. ഈ പാച്ചോറിന് നല്ലൊരു ഫ്ലേവർ നൽകാനായിട്ട് ഏലക്കായും ജീരകവും ചുക്കും അത് 3 കൂടെ വറുത്ത് പൊടിച്ച് 1 ടീസ്പൂൺ ഇതും കൂടെ ഇതിലേക്ക് ചേർക്കുക. പള്ളിയിൽ പാച്ചോറ് ഉണ്ടാക്കുമ്പോൾ പുന്നല്ലിൻ്റെ അരി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുത്തരിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ആണ്. ആവശ്യത്തിന് തേങ്ങ നമ്മൾക്ക് ചേർക്കാം. ഏകദേശം അരമുറി തേങ്ങായോളം ചേർക്കുന്നത് നല്ലതാണ്. തേങ്ങായും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഈ പരുവമാവുമ്പോൾ ഓഫ് ചെയ്യുക. ഇത് കുറച്ചും കൂടെ ഇരിക്കുമ്പോൾ കുറുകി വരും. കുറച്ച് കപ്പലണ്ടിയും മുന്തിരിങ്ങായും നെയ്യിൽ വറുത്ത് അതും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കുക. പള്ളിയിൽ ഇത് ചട്ടികളിലാണ് വിതരണം ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനു തോമസ്.